സുന്ദരമായ ഈ ലോകം എന്നെ എന്തിനാ വെറുക്കുന്നത്? അങ്ങനെയല്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ലോകം ദൈവസ്നേഹത്തിന് എതിര് നിൽക്കുന്നവയെല്ലാമാണ്. പാപത്തിന് തങ്ങളെ തന്നെ തീരെഴുതി കൊടുത്തവ. ഈ ലോകം എന്നെയും നിങ്ങളെയും വെറുക്കും. കുടുംബ ബന്ധങ്ങളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. കൂട്ടായ്മകളിൽ വിഘടനം ഉണ്ടാക്കും. മയക്കുമരുന്നുകളുമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. എല്ലാ നല്ല കാര്യങ്ങളിലും ചുഴിഞ്ഞു കയറി നാശം വിതയ്ക്കും. ഒന്നോർത്തു നോക്കിക്കേ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ എത്രയോ നല്ല കാര്യങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. എന്നാൽ ചില നേരങ്ങളിൽ എൻ്റെ തന്നെ നാശത്തിന് കാരണമാകുന്ന യോഹന്നാൻ പറയുന്ന ലോകമായി പരിണമിക്കുന്ന രസതന്ത്രം ഞാൻ കാണാറില്ലേ? നന്മയും തിന്മയും ഇരുളും വെളിച്ചവും ഇടകലർന്ന ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെ വെട്ടം തെളിച്ചു വയ്ക്കേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. ഇത് മറക്കല്ലേ. ലോകത്തിൻ്റെ പ്രകാശമായി മാറാത്ത ക്രിസ്ത്യാനി പരാജയപ്പെട്ട ക്രിസ്ത്യാനിയാണ്. ചുറ്റും ഇരുട്ടിന് കട്ടി കൂടുന്നു എന്ന് പരാതി പറയുന്നതിനിടയിൽ ഇത്തിരി വെട്ടമെങ്കിലും കത്തിച്ചു വയ്ക്കാൻ ഞാൻ മടിക്കുന്നത് എന്തുകൊണ്ടാ? കരുണയുള്ള ഒരു വാക്കോ, സ്നേഹം കലർന്ന ഒരു ചിരിയോ, പാപത്തോട് ഒരു തവണയെങ്കിലും നോ പറയലോ ഒക്കെ ആവട്ടെ, ഇരുട്ടിൻ്റെ കട്ടി കുറയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ ഇത്തിരി വെട്ടമെങ്കിലും തെളിച്ചു വയ്ക്കാൻ എനിക്കാവട്ടെ.